കഥയിലത് ജീവിതത്തിൻ്റെ മറ്റൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. പ്രേക്ഷകർക്കിടയിൽ നിയമബോധവൽക്കരണത്തിൻ്റെ ഭാഗമായി അമൃത ടിവിയും കേരള സ്റ്റേറ്റ് ലീഗൽ സർവീസസ് അതോറിറ്റിയും ഒന്നിക്കുന്ന ഈ പരിപാടിയിൽ ഇന്ന് നമുക്ക് നിയമസഹായം നൽകുവാൻ ഇവിടെ എത്തിച്ചേർന്നിട്ടുള്ള കെൽസ പാനൽ മെമ്പേഴ്സ്, ജുഡീഷ്യൽ മെമ്പർ ബഹുമാന്യ ജഡ്ജ് ശ്രീ ടി.വി. മമ്മൂട്ടി, അഡ്വക്കേറ്റ് മെമ്പർ ശ്രീമതി ലീന ജയസൂര്യ, സാമൂഹ്യ പ്രവർത്തകൻ ശ്രീ വി.കെ. ജോസഫ്. എല്ലാവർക്കും സ്വാഗതം. ചില മാസങ്ങൾക്ക് മുമ്പ് ചൈൽഡ് വെൽഫെയർ കമ്മിറ്റി ഏറ്റെടുത്ത തൻ്റെ മകനെ വിട്ടുകിട്ടണം എന്ന ആവശ്യവുമായിട്ടാണ് അജിത്ത് ഇവിടെ എത്തിയത്. അന്ന് നടന്നതെന്ത്? ഒരു ചെറിയ റീക്യാപ്പ്. പെറ്റമ്മ ഉപേക്ഷിച്ചു പോയ ഒരു 5 വയസ്സുകാരൻ. അവൻ അച്ഛൻ അജിത്തിന്റെയും അച്ഛമ്മ ശൈലജയുടെയും സംരക്ഷണയിൽ വളരുമ്പോഴായിരുന്നു അത് സംഭവിച്ചത്. മകനെ ഉപേക്ഷിച്ചു പോയ അമ്മ നൽകിയ പരാതിയുടെ അടിസ്ഥാനത്തിൽ സംസ്ഥാന ശിശുക്ഷേമ സമിതി ആ കുട്ടിയെ ഏറ്റെടുത്തു. കൊച്ചിനെ മേടിച്ചെന്ന് പറഞ്ഞാൽ അവിടെ മീൻ ഫ്രണ്ടിൽ കുറച്ച് ടാങ്കിൽ കുറച്ച് മീൻ ഇട്ടിട്ടുണ്ട്. മോനെ മീൻ കാണിച്ചു തരാന്ന് പറഞ്ഞ് എന്തെന്ന് മേടിക്കുന്നു. മേടിച്ചതുകൊണ്ട് ആത്തേക്ക് പോയി, പിന്നെ പുറത്തേക്ക് വന്നില്ല. ശിശുക്ഷേമ സമിതിയുടെ അന്വേഷണത്തിൽ കുട്ടി അച്ഛന്റെയും ബന്ധുക്കളുടെയും കൂടെ സുരക്ഷിതനല്ല എന്നായിരുന്നു റിപ്പോർട്ട്. ഇതേ തുടർന്നാണ് ഈ കുട്ടിയുടെ അച്ഛനും അച്ഛമ്മയും കഥയില്ലത് ജീവിതത്തിന്റെ സഹായം തേടിയെത്തിയത്. ശിശുക്ഷേമ സമിതി അധികൃതരെയും പങ്കെടുപ്പിച്ച് പ്രശ്നങ്ങൾ സംസാരിച്ചു തീർക്കാൻ ഞങ്ങൾ ഒരു ശ്രമം നടത്തിയെങ്കിലും കുട്ടിയെ വിട്ടു നൽകാൻ ശിശുക്ഷേമ സമിതി തയ്യാറായില്ല. വാട്ട് ഈസ് ദി ലീഗൽ പ്രോബ്ലം കുട്ടിയെ തിരിച്ചു കൊടുക്കാതിരിക്കാൻ? അതിന്റെ മെയിൻ പ്രോബ്ലം എന്താണെന്ന് വെച്ചാൽ, കുഞ്ഞിൻ്റെ മാതാവായിട്ടുള്ള മാതാവ് കുഞ്ഞിനെ നിയമപ്രകാരം അഡോപ്ഷന് വേണ്ടി സറണ്ടർ ചെയ്ത് കഴിഞ്ഞു. അപ്പോൾ സറണ്ടർ ചെയ്ത് കഴിഞ്ഞാൽ അത് അമ്മ ബയോളജിക്കൽ മദർ അൺവെഡ് ആണെങ്കിൽ, വിവാഹിതയല്ലെങ്കിൽ, നിയമപരമായി വിവാഹിതയല്ലെങ്കിൽ അമ്മയ്ക്കാണ് അമ്മയിലാണ് ഈ സറണ്ടർ ചെയ്യാനുള്ള അവകാശം നിക്ഷിപ്തമായിരിക്കുന്നത്. സ്വന്തം കുഞ്ഞിന്റെ അവകാശം നേടിയെടുക്കാൻ കഥയില്ലത് ജീവിതം നൽകിയ ഉപദേശമനുസരിച്ച് നിയമയുദ്ധം നടത്താൻ തന്നെ ബന്ധുക്കൾ തീരുമാനിച്ചു. ഇതിനിടെ ജില്ലാ കളക്ടറുടെയും ജനപ്രതിനിധികളുടെയും ഒക്കെ സഹായം തേടിയെങ്കിലും പ്രയോജനമുണ്ടായില്ല. സ്വന്തം അച്ഛനുള്ളപ്പോൾ തന്നെ അനാഥനായി വളരേണ്ടി വരുന്ന ഒരു കുഞ്ഞിന്റെ വേദന, മകനെ കാണാൻ അധികൃതരുടെ കനിവ് തേടുന്ന ഒരച്ഛന്റെ കണ്ണീര്. വിങ്ങുന്ന മനസ്സുമായി ബഹുമാനപ്പെട്ട ഹൈക്കോടതിയിൽ ബന്ധുക്കൾ പരാതി നൽകി. മാസങ്ങൾ നീണ്ട നിയമയുദ്ധം. ഒടുവിൽ കുഞ്ഞിനെ അച്ഛന്റെയും മുത്തശ്ശിയുടെയും സംരക്ഷണയിൽ വിട്ടു നൽകാൻ ഹൈക്കോടതി ഉത്തരവിട്ടു. കുഞ്ഞിനെ തിരികെ കിട്ടിയ സന്തോഷം പങ്കുവയ്ക്കാൻ കുട്ടിയുടെ അച്ഛൻ അജിത്തും മുത്തശ്ശി ശൈലജയും വീണ്ടും എത്തുന്നു കഥയില്ലത് ജീവിതത്തിന്റെ വേദിയിലേക്ക്. എല്ലാവരെയും ഞെട്ടിപ്പിച്ച് വേദനിപ്പിച്ച ഒരു കേസായിരുന്നു അത്. ഏതായാലും കുട്ടിയെ തിരിച്ചു കിട്ടി എന്ന സന്തോഷം പങ്കുവയ്ക്കാൻ നമുക്ക് എല്ലാവർക്കും ഒത്തുകൂടാം. ഈ വേദിയിലേക്ക് ഞാൻ അജിത്തിനെയും ശൈലജയും ക്ഷണിക്കുന്നു. അജിത്, ശൈലജ. കുട്ടിയെ തിരിച്ചു കിട്ടി അല്ലേ? ഒരുപാട് പ്രയത്നിക്കേണ്ടി വന്നു, ഒരുപാട് ഓടി നടക്കേണ്ടി വന്നു, ഒരുപാട് കഷ്ടപ്പെട്ടു. പക്ഷെ നിയമം എന്നും സത്യത്തിന്റെ കൂടെയാണെന്നുള്ളത് തെളിയിച്ചു ഇല്ലേ? ഇപ്പൊ ഞാൻ മോനെ ഈ പ്രോഗ്രാം തുടങ്ങുന്നതിന് മുമ്പ് ഒന്ന് എനിക്ക് കാണണമെന്നുണ്ടായിരുന്നു. കാരണം ആ കുട്ടീനെ ഒന്ന് കണ്ടിട്ട് എന്താണ് ആ കുട്ടിയുടെ റിയാക്ഷൻ എന്നറിയാൻ വേണ്ടിയിട്ട്. ഓ, എന്തൊരു സന്തോഷം ആ കുട്ടിക്ക്! എന്തൊക്കെയാ ഉണ്ടായത്? നിങ്ങൾ കേസ് കൊടുത്തു അല്ലേ? കേസ് കൊടുത്തു. 16 മാസം കൊണ്ട് കയറി ഇറങ്ങുന്നു. പിന്നെ ഇവിടെ വന്നിട്ട് വീണ്ടും ഹൈക്കോടതിയിൽ സുരേഷ് സാറിനെ നേടി നമ്പർ തന്ന് സുരേഷ് സാറുമായിട്ട് ബന്ധപ്പെട്ട് ഹൈക്കോടതിയിലെ വക്കീലിൻ്റെ വീട്ടിൽ ഞാൻ കേട്ട് ഞങ്ങൾ പോയി. അവിടെ ചെന്ന് സാറ് പറഞ്ഞ് കരയും വിളിക്കുകയൊന്നും വേണ്ട, സാർ തന്നെ നേടിത്തരാമെന്ന് പറഞ്ഞ്
7-ാം മാസം ഞങ്ങൾക്ക് മോനെ കാണാനുള്ള ഓർഡർ കിട്ടി. അന്ന് ഇവിടെ വന്നിരുന്ന അഡ്വക്കേറ്റ് സുരേഷ് അദ്ദേഹം ആദ്യത്തെ ഷെഡ്യൂളിൽ ഈ കുട്ടിയുടെ കേസിൻ്റെ ഇത് നോക്കിയപ്പോൾ അദ്ദേഹം ചെയ്തോളാം എന്ന് പറഞ്ഞിട്ട് വന്ന് കാണാൻ പറഞ്ഞതാണ്. പിന്നെ മോനെ 7-ാം മാസത്തിൽ തൊട്ട് ഞങ്ങൾ കാണാൻ പോണു. 4-ാം ഓണത്തിന് കാണാൻ ചെന്നിട്ട് മോനെ കാണിച്ചില്ല. അപ്പം പറഞ്ഞു ഞാനത് എത്തു കൊടുക്കാൻ പറ്റൂല, എൻ്റെ അമ്മയ്ക്ക് എന്നെ അറിയത്തുള്ളൂ, അമ്മയും അച്ഛനും അപ്പൂപ്പനും കാണാനുള്ള ഓർഡറാണ്. എനിക്ക് 10 മണി തൊട്ട് 5 മണി വരെ കാണാനുള്ള ഓർഡറാണ് കൊടുത്തിരുന്നത്. ഞങ്ങൾ വലിയ കാര്യത്തിൽ കൊച്ചിനെ കാണാൻ ചെന്നിട്ട് പോലും ഞങ്ങളെ കാണിച്ചില്ല. പിന്നെ അവിടെ നിന്ന് എപ്പോഴത്തന്നെ ഞാൻ സാറിനെ വിളിച്ച് സാറിനോട് പറഞ്ഞു, സാറ് ഞാൻ മോനെ കണ്ടില്ല. അപ്പോൾ പറഞ്ഞ് പെട്ടെന്ന് ആ ഓർഡർ ഞാൻ അയച്ചതെന്ന് ആദ്യം തന്നെ ഞങ്ങൾ സ്പീഡ് പോസ്റ്റിൽ അയച്ചു കൊടുത്ത് അതിൻ്റെ ഒരു കോപ്പി എടുക്കാൻ പറ്റിയില്ല. സാറിന് അയച്ചു കൊടുത്ത് അതിൻ്റെ പിറ്റേ മാസം വീണ്ടും ഓർഡർ വന്ന് മോനെ കാണാനുള്ള ഓർഡറായി. പിന്നെ ഞങ്ങൾ ചെന്നപ്പോൾ മോനെ കാണിച്ച് മുട്ടയടിച്ച് എല്ലാ മന്ദബുദ്ധി കൊച്ചുങ്ങളെ കണക്കാണ് ഞങ്ങളെ കൊണ്ട് കാണിച്ചത്. അപ്പം മോനെ ഞങ്ങളെ മറന്നൊന്നുമില്ല. മോൻ എന്നോട് പറഞ്ഞു, അമ്മ കരയരുത്, മോനെ കണ്ടിട്ട് കരയരുതെന്ന് പറഞ്ഞു. 7 മാസമായെന്ന് കണ്ടിട്ട്. എന്നിട്ട് ഞാൻ ചോദിച്ചു, മക്കളെ ആരാണെന്ന് ചോദിച്ചു. പറഞ്ഞു അപ്പോൾ എന്നെ വിളിക്കുന്ന ജയമ്മ എന്നാണ് വിളിക്കുക. അതെൻ്റെ ജയമ്മ, ഇതെൻ്റെ ഉണ്ണിയച്ഛൻ. അവൻ തന്നെ കരയരുതെന്ന് പറഞ്ഞിട്ട് അവൻ തന്നെ കരഞ്ഞത്. പിന്നെ എല്ലാ ആഴ്ചയും ഞാൻ പോയി മോനെ കാണുമ്പോൾ അവർക്ക് കൊണ്ടുകയറി വരാനൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടാണ്. ഞാൻ ചെന്ന് 1/2 മണിക്കൂർ വരെ നിൽക്കണം. അപ്പോൾ ഞാൻ സാറിനോട് വിളിച്ചിട്ട് പറഞ്ഞു, സാർ ഞാൻ ഇത്ര മണിക്ക് ഞാൻ ഇവിടുന്ന് ഓട്ടോ വിളിച്ചാണ് ഓടി വരണം കൊച്ചിൻ്റെ അടുത്തിരിക്കാൻ. അപ്പോൾ അവർ വന്ന് 1/2 മണിക്കൂർ കഴിഞ്ഞിട്ട് കൊച്ചിനോട്ട് വരുള്ളൂ. അപ്പം സാർ എന്നോട് പറഞ്ഞ് ശക്തമായിട്ട് എൻ്റെ പെരുമാറണം, നിങ്ങളവിടെ ചെന്ന് തലയും ചൊറിഞ്ഞ് നിൽക്കേണ്ട കാര്യമല്ല, കൊച്ചിനെ കണ്ടോളണം എന്ന് പറഞ്ഞു. ഞാൻ പിന്നെ 3:30 മണി വരെ മോനെ കളിപ്പിച്ചിട്ടൊക്കെയാണ് ഇറങ്ങി വരുന്നത്. ഇപ്പം മോനെ കിട്ടിയതിന് ശേഷം ഞങ്ങൾക്ക് കൊച്ചിൻ്റെ ശരീരം മൊത്തവും മുഖത്തും ഇച്ചിരി പാടേ ഉള്ളൂ, ദേഹം മൊത്തവും ചൊറിപാടല്ലാതെ വേറൊന്നുമില്ല. കൊച്ചിക്ക് ചിറങ്ങിലങ്ങ് അഴുന്തി ആ കൊച്ചിക്ക് വേറെ മൊത്തവും ചൊറിപാടേ, വേറെ ഒന്നുമില്ല. മാഡം കൊച്ചിൻ്റെ നിക്കറും ഉടുപ്പ് ഊരി നോക്കണം. ഒരു പെറ്റ തള്ളി സഹിക്കൂല ഒരു കട്ട. ഞങ്ങൾക്ക് തിരികെ കിട്ടിയല്ലേ, അത് മാത്രം മതി. മൊത്തം അവർ കൊണ്ടുപോയിട്ട് ഇപ്പൊ എത്ര മാസമായി, എത്ര കൊല്ലം കൊണ്ടുപോയിട്ട്? 16 മാസമായി. 16 മാസം. നിങ്ങൾ ഞങ്ങളുടെ അടുത്ത് വന്നപ്പോ 4-ാം മാസത്തിലാണ് നിങ്ങൾ 4-ാം മാസത്തിലാണ് വന്നത്. അതുവരെ നടന്ന് അച്ഛനും അപ്പൂപ്പനും കൂടിയേ നടന്നത്. അതെ. നടന്നതിന് ശേഷം ഞാൻ പറഞ്ഞു, മക്കളെ ഇനി നിങ്ങൾ നടക്കണ്ട, ഞങ്ങൾ നടക്കാന്ന് പറഞ്ഞ് എൻ്റെ ആങ്ങളും എൻ്റെ നാത്തൂനും ഞാനും കൂടെ ഇവിടെ വന്നത്. അതെ, നിങ്ങൾ കുട്ടി അവരെ കസ്റ്റഡി എടുത്ത 4-ാം മാസമാണ് ഇവിടെ വന്നത്. അത് കഴിഞ്ഞിട്ട് പിന്നെയും നിങ്ങൾ ഒരു കൊല്ലം കാത്തിരിക്കേണ്ടി വന്നു കുട്ടിയെ നിങ്ങൾ. എന്നിട്ട് ഞങ്ങൾ ഹൈക്കോടതിയിൽ കേസ് ഇവിടെ വന്നിട്ട് കൊടുത്തു. ഇവിടെ നമ്മൾ പരാതിപ്പെട്ടിട്ട് പോയതിന് ശേഷം അവർ വീണ്ടും അവിടെ നിന്ന് നോട്ടീസ് അയച്ച് ഞങ്ങളെ പോസ്റ്റിൽ വന്നിട്ട് പറഞ്ഞു. അപ്പോൾ ഞാൻ ജോലിക്ക് പോയിക്കായിരുന്നു. 5:30 മണിയായപ്പോൾ ഞാൻ കോൺക്രീറ്റ് കഴിഞ്ഞ് തീർന്ന സമയമാണ്. അവിടെ നിന്ന് ഒരുപാട് ദൂരം പോകണമായിരുന്നു. അപ്പോൾ എൻ്റെ എൻ്റെ ചേച്ചിയുടെ ഇളയ മോള് വിളിച്ചു, കുഞ്ഞമ്മ ഒരു ഇത് കത്ത് വന്ന് പോസ്റ്റിൽ വന്ന് അത് കാശിനായനത് അവരൊക്കെ ഗവൺമെൻറ് അംഗീകരിച്ചിരിക്കണമെന്നും പറഞ്ഞൊരു നോട്ടീസ് വന്നെന്ന് പറഞ്ഞു. ഞാനും കുറുക്ക് വിളിച്ചും കൊണ്ട് അപ്പോൾ തന്നെ ഈ സാറിനെ വിളിച്ച് ഈ നമ്പർ എനിക്ക് കിട്ടിയായിരുന്നു. സാറിനെ വിളിച്ചപ്പോൾ സാർ പറഞ്ഞു, ഒന്നുകൊണ്ടും പേടിക്കണ്ട, എല്ലാ റെക്കോർഡും കൊണ്ട് അപ്പോൾ അവനെ ഇംഗ്ലീഷ് മീഡിയത്തിൽ ചേർത്ത റെക്കോർഡ് എല്ലാം ഉണ്ടായിരുന്നു. കൊണ്ടു ചെന്ന് പിന്നെയാണ് അവിടെ നിന്ന് കേസ് മുന്നോട്ട് എടുത്ത് തുടങ്ങി. എന്നിട്ട് അത് കഴിയാതെ വേറൊരു വക്കീലിനെ കൂടെ ഇപ്പം കണക്കിന് 5 വക്കീലിനെ വെച്ച് വാദിച്ച്. പക്ഷേ 5ാമത്തെ വക്കീലെ എനിക്ക് നേടിത്തന്നുള്ളില്ല. ശരി, ഏതായാലും എല്ലാവിധ ഇതും നിയമവും നിങ്ങൾക്ക്. എന്നിട്ട് ഞാൻ ഇനി പോകാനൊരു വഴിയില്ല. ഞാൻ നേരാണല്ലോ എല്ലാ കോവിലുകളൊക്കെ പോയി, വിളിക്കാനും ഒരു ദൈവവും ഇല്ല. അവസാനം TV പ്രോഗ്രാം കണ്ട് അത് യേശുവിൻ്റെ ഒരിത് ഉണ്ടായിരുന്നു. അങ്ങനെ ഞാൻ എൻ്റെ മക്കളുടെ വിളിച്ചു പറഞ്ഞ, മക്കളെ എനിക്കൊരു വിശ്വാസമായിട്ട് തോന്നിയാണ്. ഞാൻ എൻ്റെ മക്കളെ എൻ്റെ സഹോദരങ്ങളെയൊക്കെ അറിയിച്ചിട്ട് ഞാൻ പറഞ്ഞു, മക്കളെ ഞാൻ ആ വഴിക്കൂടെ പോയി നോക്കട്ടെ എന്ന് പറഞ്ഞു. അവിടെ ചെന്ന് ഞാൻ തലയടിച്ച് വിളിച്ചു, മേഡം കൊച്ചിൻ്റെ ഫോട്ടോയും കൊണ്ടുപോയി. ചെവുത്തല്ലിയായിരുന്നു, ആ കണക്കിനാണ് കരഞ്ഞ്. അത് അമ്പലമല്ല, ഒരു പ്രാർത്ഥന സ്ഥലമായിരുന്നു. വീണ്ടും ഞാൻ പാർട്ടിക്കാരെ അന്വേഷിച്ച് പോയി. അതിലും എനിക്കൊരു വിശ്വാസം ഉണ്ടെന്നേ ഉള്ളൂ. പാർട്ടിയുടെ ഇതിന് പോയപ്പോൾ വക്കീലിൻ്റെ നമ്പർ വേണമെന്ന് പറഞ്ഞ് വക്കീലിൻ്റെ നമ്പർ കൊടുത്തായിരുന്നു. അപ്പോൾ നമ്മളെ സുരേഷ് സാർ പറഞ്ഞ്, കോടതിയിൽ ഈയിടെയും ഒന്നും നടക്കൂല, നിങ്ങൾ മുഖ്യമന്ത്രി ശൈലജയ്ക്കും പിന്നെ
പിണറായിയൊക്കെ ഞാൻ കാണാൻ പോയി. അവരെ കാല് പിടിച്ച് ഞാൻ ചെന്ന് കളക്ടറൊക്കെ പരാതി കൊടുക്കാൻ പറഞ്ഞിട്ട് ഞാൻ പറഞ്ഞു ഞങ്ങളുടെ ചെറിയ കീഴിൽ ഞങ്ങളൊരു MLA ഉണ്ട്, ഞാൻ അവിടെ കൂടെ പോയി എഴുതി വാങ്ങിക്കാമെന്ന് പറഞ്ഞ് അവിടെ പോയിട്ട് വന്നപ്പം അന്നും നടന്നില്ല. തിരിച്ച് ഞാൻ വീട്ടിൻ്റെ അവിടെ എത്തിയപ്പോൾ ഫോൺ വരണം, ഞാൻ എടുത്തില്ല. വീട്ടിൽ വന്നിട്ട് റോഡിൽ വെച്ച് ഫോൺ വന്നാൽ ഞാൻ എടുക്കില്ല. വീട്ടിൽ ചെന്നിട്ട് എന്തായാലും എടുക്കാമെന്ന് പറഞ്ഞ് ഞാൻ നോക്കിയപ്പം ഹൈക്കോടതിയിലെ വക്കീലിൻ്റെ നമ്പർ ഞാൻ പെട്ടെന്ന് വിളിച്ച് എന്ത് സാറെന്ന് വെച്ചാൽ പിന്നെ സന്തോഷ വാർത്ത, കോടതി ഓർഡർ ഇട്ടേക്കുന്ന മോനെ മാർച്ച് 30 കിട്ടുകയാണെന്ന്. അപ്പം സാറിൻ്റെയിലും യേശുപ്പനെയും ഞാൻ വിശ്വസിച്ചിരിക്കുന്നു. ഇങ്ങനെ മോനെ കോടതിയിൽ വെച്ച് തന്നെ എനിക്ക് തന്ന് ഇനി 4-ാം മാസം മോനെ കോടതി കൊണ്ട് കാണിക്കണം. കുട്ടി എങ്ങനെ ഇരിക്കണു എന്നുള്ളതൊക്കെ കാണിക്കണം. 4 മാസം കഴിഞ്ഞ് പുള്ളിയുടെ തന്നെ അവിടെ കോടതിയിൽ വെച്ച് കുട്ടിയോട് ചോദിച്ചു. കോടതിയിൽ ഞങ്ങള് സാറും മോനും ഞാനേ ഉള്ളായിരുന്നു. അവരിൽ 5 പേരുണ്ടായിരുന്നു, 2 വക്കീൽ, ഒരു പെണ്ണാളും ഒരാണാളും ഉണ്ടായിരുന്നു വക്കീൽ. അവർ 3 പേരുമായിട്ടാണ് വന്ന് അമ്മ തൊട്ടിരുന്നത്. അപ്പം ഞങ്ങളവിടെ ചെന്നപ്പോൾ ഞങ്ങൾ പോയപ്പോൾ അവിടെ എത്തിയപ്പം താമസിച്ച് ട്രെയിൻ ലേറ്റായി. ഞങ്ങൾ 11 മണി കഴിഞ്ഞ് അവിടെ എത്തിയപ്പം 10:30 കോടതി കൂടിയിട്ട് സാറ് വിളിച്ചു പറഞ്ഞ് ഇന്നിപ്പം കേസ് മാറ്റി വെച്ച്. ഞാൻ അപ്പോഴങ്ങ് പേടിച്ചു പോയി. അപ്പം പേടിക്കണ്ട, 1:15 കേസ് വെച്ചിരിക്കുകയാണ്, സമാധാനത്തിൽ വന്നാൽ മതി എന്ന് പറഞ്ഞു. ഞങ്ങളവിടെ ചെന്നപ്പോൾ സാർ പറഞ്ഞു മോനെ ഞാൻ കണ്ടു, മോന് പനി, മരുന്ന് മേടിച്ച് കൊടുക്കാൻ പറഞ്ഞ് പോയിക്കണമെന്ന് പറഞ്ഞു. 1 മണിയായപ്പോൾ മോനെ കൊണ്ടുകയറി വന്ന് ഞങ്ങൾ ഒത്ത് ജഡ്ജിയുടെ അടുത്ത് കയറി ചെന്നു. അപ്പോൾ മോനോട് ജഡ്ജി ചോദിച്ചു എന്തൊക്കെ തരും അവിടെ നിന്ന്, പാലോ മുട്ടായിയൊക്കെ മേടിച്ചപ്പോൾ അവരുമായിട്ട് സംസാരിച്ച്. എന്നിട്ട് ഞങ്ങളെല്ലാവരും 8 പേരെയും പുറത്താക്കിയിട്ട് മോനും ജഡ്ജിയായിട്ട് സംസാരിച്ച് ഒരു 5 മിനിറ്റ് കഴിഞ്ഞപ്പോൾ വീണ്ടും റൂം തുറന്ന് ഞങ്ങളെ 8 പേരും കൂടെ കയറിയപ്പോൾ ചോദിച്ച് മോൻ ആരോട് പോകണമെന്ന് വെച്ചപ്പോൾ എൻ്റെ അമ്മയും എൻ്റെ ഉണ്ണിയച്ഛൻ്റെ ഇടയിൽ പോകണമെന്ന് പറഞ്ഞു. പിന്നെ വേറെ ഒന്നും ചോദിച്ചില്ല. പിന്നെ ഞങ്ങൾക്ക് ഓണത്തിനൊക്കെ പോലെ ഒരു സന്തോഷമായിപ്പോയി. ഞങ്ങളെ വീട് മരണ വീടായിരുന്നു. മോന് അവിടെ ഉണ്ടായിരുന്നതിനെ പറ്റി വല്ലതും പറഞ്ഞില്ല? മോനെ അവിടെ പിള്ളേരൊക്കെ അടിക്കുമെന്നും നുള്ളൂന്നൊക്കെ പറഞ്ഞു. ഞാൻ ചെല്ലുമ്പോൾ അത്രയും കൊച്ചിനെ ഓരോ ദിവസം ചെല്ലുമ്പോൾ ഓരോ സ്ഥലത്തും പാടുകള്. പക്ഷെ ഇവൻ ആരും ഉപദ്രവിക്കില്ല. ഇവൻ അയ്യോഭാവി കൊച്ചാണ്, ഒരു കൊച്ചുങ്ങളെ ഉപദ്രവിക്കില്ല. കുട്ടികൾ തമ്മിലുള്ള അടിപിടിയാണ്. പക്ഷെ അവരെ ഉപദ്രവിക്കാൻ പറ്റില്ല. അവിടെ ഒളി ക്യാമറകള് മുക്ക് ക്യാമറ വെച്ചിരിക്കുകയാണ്. പിന്നെ എൻ്റെ കൂടെ വന്നപ്പോൾ തന്നെ അപ്പോൾ എന്നും എൻ്റെ മോൻ പറയുമായിരുന്നു അമ്മ എന്നെ കൊണ്ടുപോകണം, ഇവിടുന്ന് ഇവിടുത്തെ ടീച്ചർ വരുന്ന അവിടെ പൂജപ്പുര പോയ അമ്മയെ എന്നെ കൊണ്ടുപോകാമെന്നൊക്കെ പറഞ്ഞു. അപ്പം ഞാൻ വിചാരിച്ചു കൊച്ചിൻ്റെ വാക്ക് നിഷേധിക്കാമെന്ന് പറഞ്ഞ് ഞാൻ പോയായിരുന്നു. കാല് ഞാൻ പിടിച്ച് അപേക്ഷിച്ച് എൻ്റെ മോനെ എനിക്ക് തരണമെന്ന് പറഞ്ഞ് കോടതിയിലെ കാര്യം കോടതിയിൽ വെച്ച് കിട്ടുകയുള്ളൂ, അത് ഞങ്ങൾക്കൊന്നും തീരുമാനിക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ പോയി അവരെ കാല് പിടിച്ച്. എന്തായാലും അവർ വിചാരിച്ച് ഈ കുട്ടിയെ എനിക്ക് തിരിച്ചു തരുവാക്കൂലെന്ന് അവർ വിചാരിച്ച്. പക്ഷേ എൻ്റെ മോനെ എനിക്ക് തന്നെ കിട്ടി. ഇതിൻ്റെ മൂത്ത കൊച്ചിൻ്റെ പേരിന് കേസ് കിടക്കുന്ന അവർ അതിനെ ദത്ത് കൊടുത്തിട്ട് ഒരു പെൺകൊച്ചിരിക്കാം. ഇപ്പം ആ കൊച്ചിനെ 2 ആഴ്ച കഴിഞ്ഞപ്പോൾ ഒരു മുസ്ലിങ്ങൾക്കാണ് കൊടുത്തത്. തിരിച്ച് ആ കൊച്ചിനെ അവിടെ കൊണ്ടുവന്ന് വീണ്ടും കേൾപ്പിച്ച്. അതിന് നാളെ തിരിച്ചു കൊടുക്കുമെന്നൊരു സൂചന ഇന്ന് ഞങ്ങൾക്ക് കിട്ടി. അതിന്റെ ബന്ധുവായ തിരിച്ചു കൊടുക്കുന്ന വൈഷ്ണവിയുടെ അമ്മൂമ്മയ്ക്ക് അപ്പൂപ്പനും തിരിച്ചു കൊടുക്കുന്നു. ചില അവര് കുട്ടിയെ നോക്കാൻ തയ്യാറാണ്, പിന്നെ എങ്ങനെ അഡോപ്ഷന് കൊടുക്കും എന്നുള്ളതാണ്. ബയോളജിക്കൽ റിലേഷൻസ് ആർ റെഡി ടു ലുക്ക് ആഫ്റ്റർ ദി ചൈൽഡ്. എന്റെ മോനെ എനിക്ക് കിട്ടിയാൽ എനിക്ക് ഭയങ്കര സന്തോഷമായി. ഒരു ദിവസം കണ്ണീരൊടിക്കാത്ത ദിവസമല്ലായിരുന്നു. ഒന്ന്, ഏതൊക്കെ കുട്ടികളാണ് ഈ പറഞ്ഞ പോലെ ഒരു ഏറ്റെടുക്കാൻ യോഗ്യരായുള്ളത്. 2, ഏതൊക്കെ കുട്ടികളെ അഡോപ്റ്റ് ചെയ്യാം, ആർക്ക് അഡോപ്റ്റ് ചെയ്യാമെന്ന് തീരുമാനമെടുക്കാം. അഡോപ്ഷൻ കൊടുക്കാമെന്ന്. ഇത് രണ്ടും വളരെ പ്രധാനപ്പെട്ട, അതാണ് ഒരു കുട്ടിയുടെ ജീവിതം സംബന്ധിച്ച് വളരെ പ്രധാനപ്പെട്ട തീരുമാനമാണ്. ഈ 2 തീരുമാനം എടുക്കാനുള്ള ബോഡിയാണ് ഈ പറഞ്ഞപ്പെടുന്ന CWC ബോഡി. സത്യത്തിലുള്ള നിയമം മൊത്തം പൊളിച്ചെഴുതിയിട്ട് അതിന് വളരെ വ്യക്തമായിട്ട് തന്നെ അതായത് ജസ്റ്റ് കുട്ടികളുടെ സൈക്കോളജി അറിയാവുന്ന അതിന്റെ ലീഗലായിട്ടുള്ള ഭാഗങ്ങൾ അറിയാവുന്ന ആൾക്കാരെ തന്നെ വെച്ചൊരു ബോഡി ഉണ്ടാക്കേണ്ടതാണ് സത്യത്തിൽ. പക്ഷെ അതല്ല സംഭവിച്ചെന്നുള്ളതിന്റെ പോരായ്മയാണ് ഈ കാണുന്നതല്ല. അന്ന് പാനലിലുണ്ടായിരുന്ന അഡ്വക്കേറ്റ് സുരേഷാണ് ഇവർക്ക് വേണ്ടി ഒരുപാട് സഹായം ചെയ്ത് ഹൈക്കോർട്ടിൽ എല്ലാ കാര്യങ്ങളും നോക്കിയതും നടത്തിയതും എല്ലാം അദ്ദേഹമാണ്. അദ്ദേഹത്തിനെ ഒന്ന് ഫോണിൽ നമുക്ക് വിളിച്ച് സംസാരിക്കാം. ഹലോ മിസ്റ്റർ സുരേഷ്. അതെ സുരേഷ്, ഞാൻ അമൃത ടിവിന്ന് വിധുബാലയാണ് വിളിക്കുന്നത്. പറയും മാഡം, പറയും. കഥയിലേത് ജീവിതത്തിന്ന് മനസ്സിലായി. ഇവിടെ
അതിന്റെ മുത്തശ്ശിയും അച്ഛനും വന്നിരിക്കുന്നുണ്ട്. അവരുടെ സന്തോഷം നമ്മളുമായിട്ട് പങ്കുവെക്കാനായിട്ട്. ഇന്ന് ആ കേസിന് വേണ്ടി നിങ്ങൾ ഒരുപാട് ബുദ്ധിമുട്ടിയ ഒരു വക്കീലാണ്. അപ്പൊ നിങ്ങളും കൂടെ ഈ സന്തോഷത്തിൽ പങ്കുചേരണമെന്ന് ഞങ്ങൾക്ക് തോന്നി. മിസ്റ്റർ സുരേഷ്, അന്ന് ഇവിടുന്ന് പോയതിന് ശേഷം ഉണ്ടായത് ഒന്ന് ചെറുതായിട്ടൊന്ന് പറയാൻ പറ്റുമോ? എന്ത് കേസ് എങ്ങനെയാ കൊണ്ടുപോയത്? വാട്ട് വാസ് ദി ഡെവലപ്മെന്റ് എന്നുള്ളത്? മേഡം, അത് നമ്മളത് കുട്ടി കുട്ടി റിലീസ് ചെയ്യാൻ പറഞ്ഞാൽ നമ്മൾ പെറ്റീഷൻ കൊടുത്തത്. ആ കൊടുത്ത പെറ്റീഷന് പുറത്ത് ഇപ്പം അവരുടെ ഭാഗത്തുനിന്നുണ്ടായ നീക്കം എന്ന് പറയുന്നത് ഒരുപക്ഷെ നമ്മളെ ഫ്ലോറിൽ വെച്ച് പറഞ്ഞ കാര്യങ്ങളല്ല അവർ ഒബ്ജക്ഷൻ ഹൈക്കോടതി മൂവ് ചെയ്ത് പറഞ്ഞത്. അതെന്തായിരുന്നു? ആ കുട്ടിയെ അന്ന് അവിടെ വെച്ച് സംസാരിച്ചു പറയുന്നത് ആ കുട്ടിയെ അവര് മറ്റൊരു ഹാൻഡ് ഓവർ ചെയ്യുന്നു അവിടെ കൊണ്ട് കൊടുത്തു. അതെ, കൊടുത്തപ്പോ അവരകത്ത് വാങ്ങിച്ചുകൊണ്ട് പോയി പിന്നെ കുട്ടി റിലീസ് ചെയ്യുന്നതാണെന്നോട് പറഞ്ഞത്. അവര് മേയർഷിപ്പ് സമ്മതിച്ചതാണ്. പക്ഷെ ഇവരിപ്പോ ഇവിടെ ഹൈക്കോടതിയിൽ ഒബ്ജക്ഷൻ കൊടുത്തപ്പോ അവര് പറഞ്ഞ് കുട്ടി വളരെ ദയനീയമായ അവസ്ഥയിലാണെന്ന് നാട്ടുകാരെ പരാതിപ്പെട്ടെന്ന അടിസ്ഥാനത്തിൽ അവരവിടെ പോയി കുട്ടിയെ എടുത്തുകൊണ്ട് വന്നതാണ്. ആ കുട്ടിയുടെ അച്ഛൻ പല ക്രിമിനൽ കേസിൽ പ്രതിയാണ്. ആ കുട്ടിയുടെ അച്ഛന്റെ അമ്മ മോശക്കാരിയാണ്, മറ്റൊരു പലരും കുടുംബക്കാരെല്ലാം മോശക്കാരാണ്. അപ്പൊ അങ്ങനെ കുറച്ച് ആരോപണം ഉന്നയിച്ചിട്ടാണ് ഹൈക്കോടതി കൊടുത്തത്. അപ്പൊ അതൊരു ജസ്റ്റ് സ്റ്റാറ്റ്യൂട്ടറി അതോറിറ്റി എന്ന നിലയിൽ അവർ പറയുമ്പോ ഹൈക്കോടതി സ്വാഭാവികമായിട്ടും കൂടുതൽ വെയിറ്റ് കൊടുക്കും. അപ്പൊ അതിനെ സംബന്ധിച്ച് പിന്നീടുള്ള ഡെവലപ്മെന്റ് എന്ന് പറയുന്നത് ഇപ്പൊ നിലവിലുള്ള നമ്മളെ ഹൈക്കോടതിയിലെ GP നേരിട്ട് ഇവിടെ പോയി ഈ ജസ്റ്റ് കുട്ടിയെ കാണാനിടയായി. അതുകൂടെ കൊണ്ട് ആ വിഷയം വന്നപ്പോഴത്തേക്ക് നമുക്ക് വളരെ വ്യക്തമായിട്ട് കോടതിയെ കാര്യം ബോധ്യപ്പെടുത്താൻ കഴിഞ്ഞതാണ്. അങ്ങനെ കുട്ടിയുടെ കോടതി പ്രൊഡ്യൂസ് ചെയ്യാൻ പറഞ്ഞു. കുട്ടിയെ കോടതി പ്രൊഡ്യൂസ് ചെയ്ത് കുട്ടിയുമായ ജഡ്ജി സംസാരിച്ചു. അദ്ദേഹത്തിന് കുട്ടിയുടെ ഇന്റൻഷൻ എന്താണെന്ന് ബോധ്യപ്പെട്ടതിന്റെ അടിസ്ഥാനത്തില് കുട്ടിയെ അച്ഛന്റെ അമ്മയോടൊപ്പം പോകാനായിട്ട് അനുവദിക്കാറ്. ഇവിടെ സമ്മതിച്ചതായിരുന്നല്ലോ, അവരിങ്ങനെ വന്ന് കുട്ടി കൊണ്ടുപോയതാണെന്നുള്ളതൊക്കെ നമ്മൾ ചോദിച്ചല്ലോ ഒരുപാട് കാര്യം. പക്ഷെ അതെല്ലാം ഇത് അവിടെ പറഞ്ഞതെല്ലാം തിരിച്ചു മാറ്റി പറയാനായി ഒബ്ജക്ഷൻ കൊടുത്തു. നമ്മളൊരു ഒരിക്കലും സ്റ്റാറ്റ്യൂട്ടറി അതോറിറ്റിയുടെ ഭാഗത്ത് നിന്ന് നമുക്ക് ഒരിക്കലും എക്സ്പെക്ട് ചെയ്യാത്ത ഒരു ജസ്റ്റ് നടപടിക്രമം അവിടെ ഉണ്ടായി. പക്ഷെ എന്നാൽ പോലും അതിപ്പോ ഒരു കോടതിയെ സംബന്ധിച്ച് പിന്നെ ജസ്റ്റ് അവർക്ക് അവിടെ നിന്ന് മനസ്സിലാവൂലല്ലോ എന്താ ആര് പറഞ്ഞ സത്യം, എന്താണ് സത്യം മനസ്സിലാവൂലല്ലോ. അപ്പൊ അതിന്റെ റിസ്ക് ഉണ്ടായിരുന്നു, ബുദ്ധിമുട്ടുണ്ടായിരുന്നു ആ കേസ് നടത്തിയെടുക്കുന്ന കാര്യത്തിൽ. കുട്ടിയോട് സംസാരിച്ചപ്പോ കുട്ടി സത്യങ്ങളെല്ലാം പറഞ്ഞിട്ടുണ്ടാവും. കുട്ടി സത്യങ്ങൾ പറഞ്ഞപ്പോഴത്തേക്ക് ജസ്റ്റ് കോടതിക്ക് മനസ്സിലായി. അതിന്റെ അടിസ്ഥാനത്തിൽ ജസ്റ്റ് അങ്ങോട്ട് പോലും വിട്ടില്ല. കുട്ടി നേരിട്ട് അവിടുന്ന് തന്നെ എന്റെ പിന്നെ ജസ്റ്റ് അച്ഛന്റെ അമ്മയെ ഏൽപ്പിച്ചു. ശരി. 4 മാസം കഴിഞ്ഞിട്ട് കുട്ടീനെ ഒന്ന് കോടതി ആ സെയിം കോടതി തന്നെ സെയിം ജഡ്ജിനും ഇത് തന്നെ പ്രൊഡ്യൂസ് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. ബോധ്യപ്പെടാൻ വേണ്ടി മാത്രം, കുട്ടിയുടെ വെൽഫെയർ അറിയാൻ വേണ്ടി മാത്രം. എന്നൊക്കെ പറഞ്ഞ എന്തെന്നാണ് വക്കീലത്? അവരവിടെ ചെന്ന് ഒപ്പിടിക്കാൻ സമ്മതിക്കുന്നില്ല എന്നൊക്കെ പറയുന്നത് എന്തത്? ഒപ്പിടിക്കാൻ അത് നമ്മൾ പലപ്പോഴും നമ്മളെ എന്തൊരു വിഷയം എന്ന് പറയുന്നത്, ഞാൻ ഈ ജസ്റ്റ് അടുത്ത കാലത്തൊരു വിഷയത്തിൽ ഇപ്പൊ സംസാരിച്ചത് അത് ഇവരുടെ ധാരണ ഒരു മജിസ്ട്രേറ്റ് പവർ ഉണ്ട് ആസ് എ ബെഞ്ച് ഹോൾ ഈ CWC പറഞ്ഞ ബോഡിക്ക്. പക്ഷെ പലപ്പോഴും അതിൽ ഇരിക്കുന്ന ആൾക്കാരുടെ ക്വാളിഫിക്കേഷൻസ് പറയുന്നത് എന്താണ് മജിസ്ട്രേറ്റ് എന്ന് അറിഞ്ഞാത്ത ആൾക്കാരാണ് അവിടെ പിടിച്ചിരുത്തിയിരുന്നത്. അതുകൊണ്ട് തന്നെ അവർ എന്താണ് ചെയ്യേണ്ടത്, തങ്ങൾ എന്താണ് ചെയ്യേണ്ടത്, തങ്ങളുടെ ഡ്യൂട്ടി എന്താണെന്ന് അറിയാതെ പോകുന്നു. അത് വലിയ അപകടം പിടിച്ച അവസ്ഥയാണ്. കാരണം അതിനകത്ത് വേറെ കാര്യം, ഇപ്പൊ CWC ബോഡി നമ്മൾ പലപ്പോഴും ശ്രദ്ധിക്കാതെ വിടുന്ന ബോഡിയാണ്. അതേ സമയത്ത് വളരെ ശ്രദ്ധേയമായ 2 തീരുമാനം എടുക്കാൻ ശേഷിയുള്ള ഒരു ബോഡിയാണത്. ഒന്ന്, ഏതൊക്കെ കുട്ടികളാണ് ഈ പറഞ്ഞ പോലെ ഒരു ഏറ്റെടുക്കാൻ യോഗ്യരായുള്ള കുട്ടികൾ. 2, ഏതൊക്കെ കുട്ടികളെ അഡോപ്റ്റ് ചെയ്യാം, ആർക്ക് അഡോപ്റ്റ് ചെയ്യാമെന്ന് തീരുമാനമെടുക്കാം. അഡോപ്ഷൻ കൊടുക്കാമെന്നോ? അഡോപ്ഷൻ കൊടുക്കാമെന്ന്. ഇത് രണ്ടും വളരെ പ്രധാനപ്പെട്ട, അതാണ് ഒരു കുട്ടിയുടെ ജീവിതത്തെ സംബന്ധിച്ച് വളരെ പ്രധാനപ്പെട്ട തീരുമാനമാണ്. സത്യത്തിലെ നിയമം മൊത്തം പൊളിച്ചെഴുതിയിട്ട് അതിന് വളരെ വ്യക്തമായിട്ട് തന്നെ അതായത് ജസ്റ്റ് കുട്ടികളുടെ സൈക്കോളജി അറിയാവുന്ന, അതിന്റെ ലീഗലായിട്ടുള്ള ഭാഗങ്ങൾ അറിയാവുന്ന ആൾക്കാരെ തന്നെ വെച്ചൊരു ബോഡി ഉണ്ടാക്കേണ്ടതാണ് സത്യത്തിൽ. പക്ഷെ അതല്ല സംഭവിച്ചെന്നുള്ളതിന്റെ പോരായ്മയാണ് ഈ കാണുന്നതല്ല. നിയമത്തിൽ വളരെ വ്യക്തമായിട്ട് പറയുന്നത് കുട്ടിയെ എപ്പം ചെന്നാലും കാണാൻ അനുവദിക്കണം. ഒന്ന്, കുട്ടിയെ ദത്ത് കൊടുക്കുന്നത് കുട്ടിയുടെ ഏറ്റവും അടുത്ത റിലേറ്റീവ്സ് ആരെങ്കിലും ഏറ്റെടുക്കാൻ തയ്യാറുണ്ടെങ്കിൽ അവർക്ക് കൊടുത്തതിന് ശേഷം മാത്രമേ, അവരുടെ കൂടെ അറിഞ്ഞതിന് ശേഷം മാത്രമേ മറ്റു പുറത്ത് കുട്ടിയെടുത്ത് കൊടുക്കാൻ ഒക്കൂ. അതെ, അവരെ ബന്ധുക്കൾക്കോ ആർക്കെങ്കിലും കുട്ടി ഏറ്റെടുക്കാൻ സൗകര്യമില്ലെങ്കിൽ ആർക്കെങ്കിലും ആ കുട്ടി ഏറ്റെടുക്കാനുള്ള മനസ്സുണ്ടെങ്കിൽ അവർ പരിശോധിച്ച് അവർക്ക് കൊടുക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ മാത്രമേ പുറത്തു കൊടുക്കാവുന്നതാണ് നിയമം. മാത്രമല്ല, ഈ കേസ് കൊടുത്തപ്പോൾ തന്നെ ആദ്യം തന്നെ കുട്ടിയെ ദത്ത് കൊടുക്കുന്നതിന് ഓർഡർ വാങ്ങിച്ചു വായിക്കോടുന്നു. രണ്ടാമത്, ഈ കുട്ടിയെ അമ്മയ്ക്കും അമ്മയുടെ അച്ഛനും അവരുടെ ബന്ധുക്കൾക്കും എപ്പോ വേണമെങ്കിലും കാണാനുള്ള പെർമിഷൻ കോടതി വാങ്ങിച്ചു. ഈ 2 അവസ്ഥ നിലവിൽ ഉണ്ടായതുകൊണ്ട് മാത്രമാണ് ഈ കുട്ടി ദത്ത് പോയിരുന്നത്. അല്ലെങ്കിൽ
അല്ലെങ്കിൽ എത്രയോ മുമ്പ് തെത്തുപോകാനെ കുട്ടി. എന്റെ ഈശ്വര, അത് എത്രയോ മുമ്പ് തെത്തുപോകാം. അത് ദത്ത് കൊടുക്കാനുള്ള നടപടി നീക്കുമെന്നാണ്. അപ്പോഴാണ് ഞാൻ ദത്ത് കൊടുക്കാൻ നമ്മൾ ഹൈക്കോടതിയിൽ നിന്ന് ഓർഡർ വാങ്ങിച്ചു. ഇവർ പലതവണ ഈ കുട്ടിയെ കാണാൻ ചെന്നിട്ട് കാണിച്ചില്ല. അതൊക്കെ കഷ്ടമാണ്. കാരണം നമ്മൾ കൊച്ചു കുട്ടിയായിട്ട് വിലപേശിയിട്ടേ ഏത് സ്ഥാപനമായാലും അത് നമ്മുടെയൊക്കെ സ്വന്തം മക്കളെ വെച്ച് വിലപേശുക മാത്രമേ നമ്മൾ മനസ്സിലാക്കൂ. സുരേഷ്, നമ്മളിപ്പോൾ അതിനെപ്പറ്റി കൂടുതൽ പറഞ്ഞിട്ടൊന്നും കാര്യം ഇത് ഉണരേണ്ടവർ ഉണരുന്നില്ലല്ലോ. അല്ല, ഉണരാൻ വേണ്ടിയാ സാർ പറയും. നമ്മൾ പലരും പറയണം. അല്ല, ഇതിനൊരു വേദിയായത് നമ്മൾ പലരും പറഞ്ഞാൽ മാത്രമേ ഇതൊക്കെ ഉണരൂ, ജനം ഉണരൂ. കാരണം ഇത് ജനത്തെ കുറ്റം പറയണ്ട. കാരണം ആർക്കും അറിയില്ല ഇങ്ങനെ ഒരു സാഹചര്യം നടക്കുന്ന വിഷയം, നമ്മുടെ രാജ്യത്ത് നടക്കുന്ന കാര്യം പലർക്കും അറിയില്ല. അതുകൊണ്ടാ ഇവർക്ക് വേണ്ടിയിട്ട് ഒരുപാട് ഇവിടെ പറഞ്ഞു ഞാൻ കോടതിയിലേക്ക് വന്നാൽ മതി, ബാക്കിയുള്ള കാര്യം ഞാൻ ചെയ്തോളാം എന്ന് പറഞ്ഞു. അതുപോലെ തന്നെ ഇവരുടെ ആ ഒരു എന്താ പറയുക ഹ്യൂമൻ കൺസിഡറേഷൻ അത് മൊത്തം സുരേഷ് അത് കണ്ടറിഞ്ഞ് ആ വിഷമം മനസ്സിലാക്കി മിസ്റ്റർ സുരേഷ് അത് എല്ലാം വേണ്ടത് ചെയ്ത് അത് അമൃതയുടെ പേരിൽ ഞാൻ നിങ്ങളോട് നന്ദി പറയുന്നു. എല്ലാവരുടെയും പേരിൽ താങ്ക് യു വെരി മച്ച്. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഞങ്ങളെ എഴുതിയും അറിയിക്കാം. വിലാസം: പ്രൊഡ്യൂസർ, കഥയല്ലത് ജീവിതം, അമൃത TV, ഇടഗ്രാമം, കരുമം PO, തിരുവനന്തപുരം 2. ഇമെയിൽ: ജീവിതം@amritatv.com.